സംസ്ഥാനത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ 3 മരണം. വയനാട് നൂൽപ്പുഴയിലെ മാനുവിനെ കൊലപ്പെടുത്തിയത് സാധനങ്ങൾ വാങ്ങി മടങ്ങി വരുമ്പോൾ. തിരുവനന്തപുരം പാലോട് വനത്തിൽ കണ്ടെത്തിയ മൃതദേഹം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബാബുവിന്റേത്. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന കൊലപ്പെടുത്തിയ സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം ധനസഹായം. ഈ ലേഡി അദ്ദേഹത്തിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആയിരുന്നു, വാസ് നോട്ട് അക്കൗണ്ടന്റ്. വാട്ട് ഡിഫറൻസ് ഇറ്റ് മീൻസ്? കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മീൻസ് ഷീ നോസ് മോർ അബൌട്ട് ഹിം. എന്തുകൊണ്ട് അവരുടെ അടുത്ത് അന്വേഷിക്കുന്നില്ല? ഈ കേസിന്റെ അന്വേഷണത്തിൽ ഒരുപാട് പാളിച്ചകളുള്ളതുപോലെ തോന്നുന്നു. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന യുവതി ആര്? ദൃശ്യങ്ങൾ നൽകിയിട്ടും പോലീസ് അന്വേഷിക്കുന്നില്ലെന്ന് പരാതി. അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തൻ. നടൻ കൊക്കൈൻ കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും തെളിവില്ലെന്ന് കോടതി. കൂട്ടുപ്രതികളെയും വെറുതെ വിട്ടു. കോടതി വിധി 2015 നടനും സുഹൃത്തുക്കളും അറസ്റ്റിലായ കേസിൽ. പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു. അയൽവാസിയായ 16-കാരനും സുഹൃത്തുക്കളും അറസ്റ്റിൽ. രാസലഹരിക്ക് അടിപ്പെട്ട് യുവാക്കൾ. സംസ്ഥാനത്ത് കൂടി വരുന്ന ലഹരി ഉപയോഗവും അക്രമവും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. രാസലഹരിയുടെ ചുഴിയിൽപ്പെട്ട് ജീവിതം സഹജീവിയെ പോലും കൊല്ലാൻ മടിയില്ലാതായി ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരികയാണ് സാർ. നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും ഒരു തലമുറ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോവുകയാണെന്നുള്ള ബോധ്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ തീരുമാനിച്ചതോടെ പഴയ എതിർപ്പ് ന്യായീകരിച്ച് CPM. മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനം മാക്സിയൻ നിലപാടെന്ന് മന്ത്രി ആർ ബിന്ദു. മുഖത്തടിച്ചതിന് TP ശ്രീനിവാസനോട് SFI മാപ്പ് പറയേണ്ട കാര്യമില്ലെന്നും മന്ത്രി. എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ, അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അയാൾ എല്ലാം ചെയ്തു തന്ന്. ഞാൻ വേണ്ടാന്ന്, അയാൾ എത്ര പൈസ ഇട്ട് തന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് പറയുന്ന എല്ലാ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു മേടിച്ചിട്ടില്ല. മുക്കം പീഡന ശ്രമക്കേസിൽ മുഖ്യപ്രതി ദേവദാസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. സുഹൃത്തുക്കൾ കാണാൻ വരുന്നത് ദേവദാസിനെ പ്രകോപിപ്പിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ കാട്ടി ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നെന്നും യുവതി. ആശുപത്രിയിൽ ചികിത്സ കിട്ടിയില്ലെന്നും പരാതി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിന് ട്രംപിന്റെ അന്ത്യശാസനം. ശനിയാഴ്ചയ്ക്കുള്ളിൽ വിട്ടയച്ചില്ലെങ്കിൽ ഗാസ നരകതുല്യമാകുമെന്ന് മുന്നറിയിപ്പ്. വെടിനിർത്തൽ റദ്ദാക്കാൻ ആഹ്വാനം ചെയ്യുമെന്ന് ട്രംപ്. ജീവനെടുക്കുന്ന കാട്ടാനക്കലി. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം കാട്ടാന ആക്രമണത്തിൽ 3 പേരാണ് മരിച്ചത്. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന വീട്ടമ്മയുടെ ജീവനെടുത്തതിന് പിന്നാലെ വയനാട് നൂൽപ്പുഴയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം പാലോട് മധ്യവയസ്കൻ കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിലാണെന്നും ഇന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. പെരുവന്താനത്ത് കൊല്ലപ്പെട്ട വീട്ടമ്മ സോഫിയയുടെ മൃതദേഹം 2 മണിയോടെ ചേന്തപ്പാറയിൽ പൊതുദർശനത്തിന് വയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് പെരുവന്താനത്ത് നിന്ന്. ഒപ്പം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. 3 ഇടങ്ങളിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഒന്ന് ഇടുക്കി പെരുവന്താനത്തായിരുന്നു. സോഫിയ എന്ന എസ്റ്റേറ്റ് തൊഴിലാളിയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് വയനാട് നൂൽപ്പുഴയിൽ നിന്ന് നിർഭാഗ്യകരമായ ആ വാർത്ത കേട്ടത്. അവിടെയും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. മാനു എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. മാനുവിൻ്റെ ഭാര്യയെ കാണാതായിരുന്നു, പക്ഷേ പിന്നീട് അവരെ കണ്ടെത്തുകയും ചെയ്തു. തിരുവനന്തപുരത്ത് പാലോട് വനത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. 5 ദിവസത്തെ പഴക്കം ഈ മൃതദേഹത്തിനുണ്ടായിരുന്നു. ഈ മൃതദേഹം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബാബുവിൻ്റേതാണെന്ന് ഇന്നാണ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ പെരുവന്താനത്ത് നിന്ന് ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, അവിടെ ഈ സോഫിയയുടെ മരണത്തിന് ശേഷം വലിയ പ്രതിഷേധം അവിടെ കണ്ടിരുന്നു നാട്ടുകാരിൽ നിന്ന്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? കാട്ടാനകൾ ഇവിടെ നാട്ടിലിറങ്ങുന്നു എന്ന ഒരു പരാതി നേരത്തെയും ഉണ്ടായിരുന്ന പ്രദേശമല്ലേ ഇവിടം?
തീർച്ചയായും നേരത്തെ ഉണ്ടായിരുന്ന പ്രദേശമാണ് മഞ്ജുഷ. നിരവധി 10-30ഓളം കാട്ടാനകൾ ഒരുമിച്ച് ഈ TRND എസ്റ്റേറ്റിൽ തമ്പടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മളടക്കം നേരത്തെ വാർത്തയായി നൽകിയിരുന്നതുമാണ്. ഈ സോഫിയ തന്നെ പരാതിയായി പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോഴുള്ള ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാട്ടാന ഒരാളുടെ ജീവൻ എടുക്കുന്നത് എന്ന് ഈ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായി. തൊട്ട് പിന്നാലെ രാത്രി തന്നെ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സ്ഥലത്തെത്തി പ്രദേശവാസികൾക്ക് വേണ്ട ഉറപ്പ് നൽകി. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ടാപ്പിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വലിയ കാടായി നിൽക്കുന്നു. ഈ എസ്റ്റേറ്റ് ഉടമ യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഇത് വെട്ടിത്തെളിക്കാൻ അടക്കമുള്ള നടപടിയും എടുക്കുന്നില്ല. തൊട്ടടുത്ത് കാട്ടാന എത്തിയാൽ പോലും കാണുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ട ഇടപെടൽ നൽകാമെന്ന് അവർ ഉറപ്പ് നൽകിയതോടുകൂടിയാണ്. മാത്രമല്ല 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം, ഈ ആശ്രിതർക്ക് ജോലി, ഇതിനെല്ലാം സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് അവർ ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ഇന്ന് അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഏതാണ്ട് 2 മണിയോടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചേന്നാപ്പാറയിലാണ് ഞാനുള്ളത്. ത്വാഹ ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം എത്തിക്കും. ഇവിടെ ഏതാണ്ട് അരമണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും. വീണ്ടും മുണ്ടക്കയത്തേക്ക് കൊണ്ടുപോകും. അവിടെ ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. എന്തായാലും വൈകാതെ ഇവിടേക്ക് മൃതദേഹം എത്തിക്കും. ശരി, ജി ശ്രീതാണ് വിവരങ്ങൾ നൽകിയത്. ചേന്നാപ്പാറയിലാണ് ഈ സംഭവം നടന്നത്. ഇടുക്കി പെരുവന്താനത്തിനടുത്താണ് ഈ സ്ഥലം. പെരുവന്താനത്ത് ഇന്നലെ കാട്ടാന ചവിട്ടിക്കൊന്ന സോഫിയയ്ക്ക് സുഖമില്ലാത്ത ഒരു കുട്ടിയടക്കം 2 മക്കളാണുള്ളത്. സോഫിയയുടെ ഒരു പഴയ വീഡിയോ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വന്നേക്കാവുന്ന മരണത്തെക്കുറിച്ചായിരുന്നു ഇവർ അന്ന് പറഞ്ഞത്. വന്യജീവി ആക്രമണത്തെക്കുറിച്ച് സോഫിയും കുടുംബവും വിവരിക്കുകയാണ്. ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഓഫീസർമാരോടുള്ള ഇവരുടെ വാക്കുകളിൽ ഭീതിയും നിസ്സഹായതയുമുണ്ട്. പ്രദേശത്ത് മാത്രം 27 കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. കൂടാതെ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യവും. മാസങ്ങൾക്ക് മുൻപാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. പട്ടിയെ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി ഇറങ്ങാൻ പോകാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങുന്ന മുമ്പ് ഇവരെ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് താഴത്ത് പുലി ഇറങ്ങി, പുലി ഓടി. പുലി അപ്പനെ ഇവിടെ പട്ടിയെ പിടിച്ചിട്ട് താഴ്ത്തി ആടി പട്ടിയെ കൊണ്ടുപോയി. അത് 50-60 കിലോ വരെ അത് എടുക്കും. ഇത്രയും ഉണ്ട് സാർ. ശരിക്കും പറയുകയാണെ 27 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 27 കിലോമീറ്റർ കറക്റ്റ് ഉണ്ട്. ഈ നാളെ വണ്ടി നമ്മൾ ഇത്രയും നടന്നു കയറി ഞങ്ങളുടെ തന്നെയല്ല പിടിച്ചത്. അപ്പുറത്തുകാരൻ ഒരു വീടുണ്ട്, 2 പെൺപിള്ളേര് അച്ഛനും അമ്മയും താമസിക്കുന്നത്. അവരുടെ ഒരു 10-15 പശുവിനെ ആടിനെ ഒന്നിനെ കൊണ്ടുപോയത് പിന്നെ തിരിച്ചുകൊണ്ടുപോയി പശുവിനെ. ഉദ്യോഗസ്ഥരോട് ദുരിതം വിവരിച്ച സോഫിയ ഇന്ന് നമുക്കൊപ്പമില്ല. നാളെ മറ്റാരൊക്കെ ഇതുപോലെ ഇല്ലാതാകുമെന്നും അറിയില്ല. അത് പറയുമ്പോൾ പേടിയല്ല, നിസ്സഹായതയാണ് പലർക്കും. ഒരു ജീവൻ എന്തേറെ വിലയുണ്ടെന്ന് നമ്മൾ കൽപ്പിക്കുന്നു. പക്ഷേ ആ 10 ലക്ഷത്തിൽ ഒതുങ്ങുന്നല്ല ആരുടെയും ജീവിതം. അതുങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു കൊച്ചു. അതൊക്കെ ഈ രാത്രി ഇവിടുന്ന് 4 പിള്ളേരെ ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോന്നു. സന്ധ്യയ്ക്ക് 5:30 കഴിയുമ്പോൾ പലപ്പോഴും തിരിഞ്ഞോടി വന്നിട്ടുണ്ട്. ഈ ആനയുടെ ശല്യം കാരണമുണ്ട്. ശല്യം എന്ന് പറഞ്ഞാൽ ആന വഴി നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചോടി പോരുക. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കൂലിവേല എടുത്ത് ജീവിക്കുന്ന ഇവർ ഇപ്പോൾ സന്ധ്യയായാൽ പുറത്തിറങ്ങാറില്ല. ഈ ഭാഗമെല്ലാം നശിപ്പിക്കാൻ ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥ. ഇവിടുന്ന് അപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ ചുറ്റിനും കുറേ കമുകും പിന്നെ വൃക്ഷങ്ങളും നശിപ്പിച്ച് അങ്ങനെ വളരെ ഭയങ്കര ശല്യം. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടി ഉണ്ടാവുമെന്ന് സർക്കാർ പറയുമ്പോഴും RRT സംഘം എന്നത് ഇവരിൽ പലർക്കും കേട്ടുകേൾവി മാത്രം. ഇവിടെ RRT സംഘം എന്ന് പറയുന്നത് കേട്ടുകേൾവി മാത്രമാണ്. കാരണം ഈ പ്രദേശത്തുണ്ടാകുന്ന ഇത് ഇടുക്കി ജില്ലയാണ്. ഇവിടെ ഇങ്ങനത്തെ സംഭവത്തെക്കുറിച്ച് നമുക്കറിയില്ല. പിന്നെ ഉള്ളത് കോട്ടയം ജില്ലയാണ്. വണ്ടൻപതാലിലുണ്ടെന്നാണ് അറിവ്. പക്ഷേ നമ്മളിവിടെ വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൊമ്പൂത്തിൽ ഒരു ഗാർഡുണ്ട്, ഫോറസ്റ്റ് ഗാർഡ്, അപ്പോളോ എന്ന് വിളിപ്പേര് ഉദയകുമാർ. ഞങ്ങൾ എന്തൊരാവശ്യമുണ്ടെങ്കിലും പുള്ളിയെ വിളിച്ചാൽ അങ്ങേര് കൃത്യസമയത്ത് ഓടിയെത്തും. പുള്ളി വന്ന് വിളിച്ചറിയിച്ചതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് മറ്റു ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുക. വന്യജീവികൾ പെരുകുന്നതിന് എസ്റ്റേറ്റ് അധികൃതരാണ് ഉത്തരവാദികളെന്ന് പറയുന്നവരുമേറെ. 100 കണക്കിന് പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയായി വളർന്നു നിൽക്കുകയാണ് അടിക്കാടുകൾ. ഈ എസ്റ്റേറ്റ് മേഖല മുഴുവനും കുറ്റിക്കാടുകൾ വനം. അതിനകത്ത് ആനയ്ക്ക് ഇഷ്ടംപോലെ തീറ്റയുണ്ട്. അപ്പോൾ ഇത് ഉൾവനത്തിലേക്ക് പോയാലും ഓടിച്ചു വിട്ടുന്ന പറയും വീണ്ടും അത് അവിടെ തന്നെ എത്തും. ഇന്ന്
ന്യൂസ് 18നോട് സംസാരിച്ചവരെ അധികൃതർ ഓർത്തുവെക്കുക. നാളെ ഇവരാരും മറ്റൊരു വാർത്തയിൽ ഇടം പിടിക്കാതിരിക്കട്ടെ. ന്യൂസ് 18 ഇടുക്കി. സോഫിയയുടെ മരണത്തിന് പിന്നാലെയാണ് വയനാട്ടിൽ നിന്ന് ആ വാർത്ത വന്നത്. വയനാട് നൂൽപ്പുഴയിൽ കാട്ടാനക്കലി ജീവനെടുത്തു. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് ഭാര്യയ്ക്കൊപ്പം കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മാനുവിനൊപ്പമുണ്ടായിരുന്ന ഭാര്യ ചന്ദ്രിക സുരക്ഷിതയാണ്. നേരത്തെ ഭാര്യയെ കാണാതായത് പരിഭ്രാന്തി ഉണ്ടാക്കിയിരുന്നു. കർണാടകവുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് നൂൽപ്പുഴ. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം സ്ഥിരമായി കാട്ടാന ശല്യമുള്ള മേഖലയാണ്. വയനാട്ടിൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഫാർമേഴ്സ് റിലീഫ് ഫോറമാണ് ഹർത്താലിന് ആഹ്വാനം നൽകിയത്. തിരുവനന്തപുരം പാലോട് ഇന്നലെയാണ് ശാസ്താംനട സ്വദേശി ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നാണ് കാട്ടാനയുടെ ആക്രമണത്തിലാണ് ബാബുവിന്റെ മരണം എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഇപ്പോൾ ഈ ബാബുവിനെ കാണാതായിട്ട് തന്നെ 5-6 ദിവസങ്ങളായിട്ടില്ലേ? എന്താണിപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? മഞ്ജുഷി, ഇപ്പോൾ വനത്തിൽ നിന്നും ഈ ബാബുവിന്റെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇത് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ആദ്യ പരിശോധനയിൽ തന്നെ പ്രാഥമിക നിഗമനം ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ്. കാരണം ഈ ബാബുവിന്റെ മൃതദേഹത്തിന് സമീപം ഈ വസ്ത്രങ്ങൾക്കൊക്കെ സമീപം കാട്ടാനയുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മേഖല സ്ഥിരമായി കാട്ടാന ശല്യവും അതുപോലെ കാട്ടുപോത്തിന്റെ ശല്യവും ഒക്കെയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ വനം വകുപ്പ് എത്തിയിരിക്കുന്നത്. ഈ ബാബു കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ശാസ്താനടയിലെ വീട്ടിൽ നിന്നും ജോലിക്കായി അടിപ്പറമ്പിലെ ബന്ധു വീട്ടിൽ പോകുന്നത്. 5 ദിവസമായിട്ടും ബാബുവിനെ കാണാതെ ആയതോടെയാണ് ഈ കുടുംബം അന്വേഷിച്ച് ചെല്ലുന്നത്. അങ്ങനെയാണ് ഈ മൃതദേഹം അഴുകിയ നിലയിൽ ഈ വനത്തിനുള്ളിൽ നിന്നും കണ്ടെടുക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെയാണ് മരണം സംഭവിച്ചത് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയൂ. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കും. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പിള്ളിയിൽ മുറിവേറ്റ കാട്ടാന നിരീക്ഷണത്തിലാണെന്ന് വനം വകുപ്പ്. ആനയ്ക്ക് എങ്ങനെ പരിചരണം നൽകണമെന്ന് ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുമായും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായും ചർച്ച നടത്തിയെന്ന് DFO അറിയിച്ചു. നിർദ്ദേശം കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും DFO പറഞ്ഞു. പത്തനംതിട്ട തണ്ണിത്തോട് ചെരിഞ്ഞ പിടിയാന ഗർഭിണിയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തൽ. ഗർഭാവസ്ഥയിൽ തന്നെ ചെരിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ്. ഇതുണ്ടാക്കിയ അണുബാധയാണ് പിടിയാന ചെരിയാൻ കാരണം. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വീടിന് തീപിടിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ വട്ടിയൂർക്കാവ് സ്വദേശി ഭാസ്കരനെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിനടുത്താണ് ഈ സംഭവം ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഭാസ്കരൻ എന്നയാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡാൻ ചേരുന്നു. ഡാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ ഈ തീപിടുത്തമുണ്ടായത്. കൃത്യയുടെ അധ്യാപകനായ നേരത്തെ സൂചിപ്പിച്ചുള്ള ഭാസ്കരപിള്ള താമസിച്ചിരുന്ന വീടാണിത്. അദ്ദേഹത്തിന് ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ശരീരത്തിൽ പൊള്ളലേറ്റു. ഉടൻ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പ്രാഥമിക ചികിത്സ നൽകുന്നതിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. പക്ഷേ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറെ പണിപ്പെട്ടാണ് അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീ അണച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ആശങ്കാജനകമായ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത്. പക്ഷേ അടുക്കള ഭാഗം പൂർണ്ണമായി ഈ തീപിടുത്തത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഗ്യാസ് സിലിണ്ടറിനെ ചോർത്തിയാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. മറ്റ് കാരണങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വീടിന്റെ ഒരു ഭാഗം, അടുക്കളയോട് ചേർന്ന ഒരു ഭാഗം പൂർണ്ണമായി ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കത്തി നാമാവശേഷമായ നിലയിലാണുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനൊപ്പമുണ്ടായിരുന്ന യുവതിക്ക് തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന് സംശയം. ഇവരെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞിട്ടും അന്വേഷിക്കുന്നില്ലെന്ന് അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് A. രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രതിക്കൊപ്പം അപ്പാർട്ട്മെന്റിലേക്ക് യുവതി എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി.
അനന്തകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെയാണ് മറൈൻ ഡ്രൈവിലെ അശോക അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിയുടെ ഒപ്പമുണ്ടായിരുന്ന യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറുന്നത്. അനന്തകൃഷ്ണന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റാണ് യുവതിയെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതി തട്ടിയെടുത്ത പണവും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരവും യുവതിക്കറിയാം. എന്നാൽ യുവതിയെ ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കുവാനോ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ലെന്ന് അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. അനന്തകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുകയും ആ ഫ്ളാറ്റിൽ അയാളോടൊപ്പം താമസിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണിത്. ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ളാറ്റിലെ ഒരു മനുഷ്യനുമായും അവർ സംസാരിക്കുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമായി നമുക്കിപ്പോൾ തോന്നുകയും ചെയ്യുന്നുണ്ട്. ഈ ലേഡി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പോലീസിനോട് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലേഡി ഷീ യൂസ് ടു കം ടു അവർ ജിം ഏർലി മോർണിംഗ് ഇൻ 6 to 6 o'clock. സൂംബ ഡാൻസ് കളിക്കുമായിരുന്നു ജിമ്മിൽ വന്നിന്ന്. അവർ ഷട്ടിൽ കളിക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഇതെല്ലാം അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ ഒരാൾ, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഹാൻഡിൽ ചെയ്ത ഒരാൾ, എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, ഇത്രയും വലിയൊരു ചീറ്റിംഗ് നടത്തിയ ഒരാൾ, ഒരു സ്കാം. ഈ ഫണ്ട് എവിടെയാണ് കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണത് ഹൈഡ് ചെയ്തിരിക്കുന്നത്? അനന്തകൃഷ്ണനെതിരായ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നു. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് എ രാജസിംഹൻ ആരോപിച്ചു. രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നത് തീർച്ചയായിട്ടും അങ്ങനെ അനുമാനിക്കാം. രാഷ്ട്രീയ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളൊരു ഇടപെടലായിരിക്കും ഇതിൽ നടക്കുക. ഒരു പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ കാണുന്ന ഒരു സവിശേഷത, ഈ കേസിന് പ്രത്യേകിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്നുമില്ല. നോബഡി വാണ്ട്സ് ദിസ് കേസ്. ദെർ ഇസ് നോബഡി ടു ഓൺ ഇറ്റ് ഓർ ടു ക്ലൈം ഇറ്റ് എക്സെപ്റ്റ് ദ മീഡിയ. മീഡിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രം പോകുന്ന ഒരു ലൈഫേ ഈ കേസിനുള്ളൂ. എന്നാൽ യുവതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. കോടികളുടെ ഇടപാട് നടന്ന വലിയ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ മാറ്റി. ന്യൂസ് 18 കൊച്ചി. സായിഗ്രാമം ഡയറക്ടർ KN ആനന്ദകുമാറിനെ പുകഴ്ത്തി അനന്തകൃഷ്ണൻ സംസാരിക്കുന്ന വീഡിയോ പുറത്തുവന്നു. കായംകുളത്ത് നടന്ന NGO കോൺഫെഡറേഷന്റെ പരിപാടിയിലാണ് അനന്തു സംസാരിക്കുന്നത്. അനന്തകൃഷ്ണന്റെ സാമൂഹ്യ ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം യോഗങ്ങളിൽ നിക്ഷേപകരെ ആകർഷിക്കുക പതിവ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള ഡയാലിസിസ് യൂണിറ്റ് സായിഗ്രാമം നടത്തുന്നതാണ്. ഉടനെ തന്നെ നൂറനാട് വരാനായിട്ട് പോവുകയാണ്. നൂറനാട് അടുത്ത ഡയാലിസിസ് സെൻറ്റർ വരാൻ പോവുകയാണ്. സാറ് ഇതിനോടകം കേരളത്തിൽ നടപ്പിലാക്കിയത് 20 സൗജന്യ ഡയാലിസിസ് കേന്ദ്രമാണ്. ആ 20 സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിലൂടെ 5,10,10,000 സൗജന്യ ഡയാലിസിസ് ആണ് അദ്ദേഹം ഇതിനോടകം സൗജന്യമായിട്ട് കൊടുത്തത്. അതിനുവേണ്ടി തന്നെ 100 കോടി രൂപയാണ് സായിഗ്രാമം ചെലവഴിച്ചത്. 100 കോടി രൂപ ചെലവഴിച്ച അദ്ദേഹത്തിന് ഏറ്റവും വലിയ കെൻഡക്കി നാഷണൽ അവാർഡ് തേടിയെത്തുകയുണ്ടായി. ഇന്ത്യയുടെ ഡയാലിസിസ് മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത്തരം മഹത്തരമായ പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് നമ്മളോടൊപ്പം ഈ വേദിയിലുള്ളത്. ആനന്ദകുമാർ സാർ എല്ലാ മേഖലയിലുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്നതാണ്. അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിനെ ഡാൻസ് പഠിപ്പിക്കുന്നു. സമൂഹം അവജ്ഞയോടുകൂടി മാറ്റി നിർത്തുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ചേർത്ത് നിർത്തി അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് ഡാൻസ് പഠിപ്പിക്കുകയാണ്. ആനന്ദകുമാറിന്റെ സാമൂഹ്യ ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിയുള്ള സംസാരമാണ് അനന്തകൃഷ്ണൻ നടത്തിയത്. ഈ രീതിയിൽ നിക്ഷേപകരെ ആകർഷിക്കുകയാണ് അനന്തകൃഷ്ണൻ ചെയ്തു വന്നിരുന്നത്. പാതിവില തട്ടിപ്പിൽ കോഴിക്കോട് ഫറൂഖിലും കേസ്. കേരള ഗ്രാമ നിർമ്മാണ സമിതി സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ആനന്ദകുമാർ, അനന്തകൃഷ്ണൻ എന്നിവരാണ് പ്രതികൾ. 6.32 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 918 ഗുണഭോക്താക്കൾക്ക് സ്കൂട്ടർ പകുതി വിലയിൽ നൽകാമെന്നും ലാപ്ടോപ്പും മറ്റ് വീട്ടുപകരണങ്ങളും നൽകാം എന്നുമായിരുന്നു കരാർ. പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു. അയൽവാസിയായ 16 വയസ്സുകാരനടക്കം 2 പേർ പിടിയിലായി. കാട് പിടിച്ച സ്ഥലത്തെ വീട്ടിലെത്തിച്ചായിരുന്നു പീഡനം. ശശിനാരായണന്റെ വിവരങ്ങളുമായി. ശശി, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത്? മഞ്ജുഷ, പോലീസ് ഈ പീഡനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. 5ാം ക്ലാസ്സുകാരിയാണ് പെൺകുട്ടി. 10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. എറണാകുളം സ്വദേശിയായ സുധീഷും ഒപ്പം ഈ കുട്ടിയുടെ അയൽവാസിയായ 16-കാരനോട് ചേർന്നാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്. ഈ പെൺകുട്ടിയെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു സ്ഥലത്ത്, വീടിനടുത്തൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്താണ് ഇവർ ബലമായി, ഈ 16-കാരൻ ഈ പെൺകുട്ടിയെ ബലമായി കുട്ടിയുടെ വാവത്തി പിടിച്ചുകൊണ്ട് ഈ സുധീഷിന്റെ അടുത്ത് കൊണ്ടുപോയി തുടർന്ന് 2 പേരും ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള വിവരമാണ് DSP നമ്മളോട് നൽകുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സുധീഷ് എറണാകുളത്താണ് ഇപ്പോൾ. പ്രദേശവാസിയാണെങ്കിൽ തന്നെ സുധീഷ് എറണാകുളത്താണുള്ളത്. സുധീഷ് അവിടെ ഒരു വീട്ടിൽ നടന്നൊരു ചടങ്ങിൽ പങ്കെടുക്കാനാണ് എത്തിയത്. ആ സമയത്താണ് ഈ 10 വയസ്സുകാരിയെ
ദളമായി പിടിച്ചുകൊണ്ടുവരാൻ പോയി രണ്ടുപേരും ചേർന്ന് പീഡിപ്പിച്ചത്. ഈ 16-കാരനും ഒപ്പം 19 വയസ്സുള്ള സുധീഷും ആണ് പിടിയിലായിട്ടുള്ളത്. എന്തായാലും പ്രതികളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഇത്തരമൊരു 16 വയസ്സുകാരൻ ഉൾപ്പെട്ട കേസായതുകൊണ്ട് തന്നെ വലിയ ഒരു ഞെട്ടലിലാണ് ഗ്രാമം ഉള്ളത്. കാരണം അയൽവാസിയാണ്, പെൺകുട്ടിയെ അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ വാവത്തി പിടിച്ചുകൊണ്ട് പീഡിപ്പിക്കാൻ കൊണ്ടുപോയത് കൂട്ടുനിന്നുവെന്ന് നാട്ടുകാർ അറിയുമ്പോൾ തന്നെ അവർ വലിയ ഞെട്ടലോടുകൂടിയാണ് കേസ് കേട്ടുള്ളത്. വളരെ ഗൗരവത്തോടുകൂടിയാണ് പോലീസ് ഈ കേസ് എടുത്തതും ഉടൻ തന്നെ പ്രതികളിലെത്തുകയും വിശദമായ അന്വേഷണം പ്രതികൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പെൺകുട്ടി തന്നെയാണ് ഈ പീഡനവിവരം വീട്ടിൽ അറിയിക്കുന്നത്. തുടർന്ന് വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അടൂരിലാണ് ഈ സംഭവം. മുക്കത്തെ പീഡന ശ്രമക്കേസിൽ മുഖ്യപ്രതി ദേവദാസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ ശേഷവും ഹോട്ടലുടമ ദേവദാസും ജീവനക്കാരും തന്നെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ആൺ സുഹൃത്തുമൊത്തുള്ള CCTV ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ദേവദാസ് ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിച്ചു. തന്നെ വകവരുത്തുകയായിരുന്നു ദേവദാസിന്റെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായും യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. ജോലിക്ക് ചേരുന്നതിന് 1 വർഷം മുമ്പ് ഓഫർ ലെറ്റർ തന്ന ദേവദാസ് മറ്റിടങ്ങളിൽ ജോലിക്ക് കയറുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. പണവും സഹായങ്ങളും നൽകി വിശ്വാസ്യത ആർജിച്ചു. എന്നാൽ വൈകാതെ തന്നെ ഇയാളുടെ ലക്ഷ്യം വ്യക്തമായി. 2 വട്ടം ജോലി ഉപേക്ഷിച്ച് മടങ്ങിയെങ്കിലും കാലുപിടിച്ച് തിരിച്ചെത്തിച്ചു. ആൺസുഹൃത്തുക്കൾ വീട്ടിലെത്തിയപ്പോൾ എടുത്ത CCTV ദൃശ്യം കാട്ടി ബ്ലാക്ക് മെയിലിംഗിനും ദേവദാസ് ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്നതാണോ എന്ന് പറയാൻ. ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ CCTV റെക്കോർഡുണ്ട്. അതൊരു 16-ാം തീയതി അങ്ങനെ നടന്ന സംഭവം. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു, അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന അവിടുത്തെ CCTV എന്ത് വേണേലും ചെക്ക് ചെയ്യാം. ദേവദാസിന് കീഴടങ്ങില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് കെട്ടിടത്തിൽ നിന്നും ചാടിയത്. പരിക്കേറ്റ് നിലത്ത് വീണ ശേഷവും വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു. നാട്ടുകാർ എത്തിയപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി എന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു. പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെയാണല്ലോ വേദന. അത് വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജ് തീർന്ന് ഓഫായിപ്പോയി. ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. രാവിലെ അമ്മാവനും അമ്മയും അച്ഛനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്ന CT സ്കാൻ എടുക്കുന്ന. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകണമെന്ന്. ആശുപത്രിയിലെത്തിയ ശേഷം ആദ്യ ദിനം കൃത്യമായ ചികിത്സ ലഭിച്ചില്ല. തന്റെ മൊഴിപ്രകാരമുള്ള FIR പോലീസ് ആദ്യമിടാത്തതിൽ വേദനയുണ്ടെന്നും യുവതി പറഞ്ഞു. രണ്ടാമത്തെ FIR എൻ്റെ ആദ്യത്തെ FIR മാറ്റി എഴുതി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ അതെനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പോലീസ് അവർ വന്നിട്ടുണ്ടായിരുന്നെ. അവർ കണ്ടത് തന്നെ സ്ട്രെച്ചറിൽ നിന്ന് എടുത്ത് മാറ്റുന്നതും ഞാൻ അനുഭവിക്കുന്ന കരഞ്ഞ കരച്ചിലെല്ലാം അവർ കണ്ടതാണ്. അത് കണ്ടിട്ട് അവരത് മാറ്റി എഴുതി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതെ, അങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് യുവതി കണ്ണൂരിൽ വീട്ടിലെത്തിയത്. ഇടുപ്പല്ലിന് ഗുരുതരമായ പരിക്കുള്ളതിനാൽ മാസങ്ങളോളം ചികിത്സ തുടരണം. ന്യൂസ് 18 കോഴിക്കോട്. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് നടനെ വെറുതെ വിട്ടത്. 2015 ജനുവരി 30-നാണ് കൊക്കൈനുമായി ഷൈൻ അടക്കം 5 പേർ പിടിയിലായത്. ഷൈനോടൊപ്പം മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോയും മറ്റെല്ലാ പ്രതികളും കുറ്റവിമുക്തരായി. 2015 ജനുവരി 30-നായിരുന്നു ഷൈൻ ടോം ചാക്കോയെയും 4 യുവതികളെയും കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് കൊക്കൈൻ ഉപയോഗിച്ചതിന് പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 12 മണിക്ക് നടത്തിയ റെയ്ഡിൽ ഷൈൻ ടോം ചാക്കോയും മോഡലുകളായ രേഷ്മ രംഗസ്വാമി, ബ്ലസ്സി സിൽവെസ്റ്റർ, ടിൻസ് ബാബു, സ്നേഹ ബാബു എന്നിവരാണ് പിടിയിലായിരുന്നത്. കേസിൽ 8 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിലായിരുന്നു ഇവരുടെ രക്തസാമ്പിൾ ആദ്യം പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. എന്നാൽ ഈ പരിശോധനയിൽ കൊക്കൈന്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. 2018 ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചിരുന്നത്. അറസ്റ്റിലായതിനു പിന്നാലെ താൻ കൊക്കൈൻ കൈവശം വെച്ചിട്ടില്ലെന്നായിരുന്നു ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി അഭിഭാഷകൻ രാമൻ പിള്ളയാണ് കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 കൊച്ചി.
സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് നിയമസഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യുകയാണ്. PC വിശ്വനാഥ് MLA ആണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. സാമ്പത്തിക ലാഭമുള്ളതിനാൽ ലഹരിക്കടത്തിന് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നുവെന്ന് വിശ്വനാഥ് ചൂണ്ടിക്കാട്ടി. അതിർത്തികളിൽ ചെക്ക് പോസ്റ്റിൽ പരിശോധന വ്യാപകമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എക്സൈസിന് ലഹരി മാഫിയയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് വിശ്വനാഥ് പറഞ്ഞു. ഈ ഒരുപാട് അമ്മമാര് നെഞ്ചു നേറി വീടുകളിൽ പുറത്തുപോലും പറയാൻ കഴിയാതെ കഴിയുകയാണ് സാർ. ലഹരി വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന മക്കളെ ഭയന്ന് കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളം മാറുകയാണ് സാർ. രാസലഹരിയുടെ ചുഴിയിൽപ്പെട്ട് ജീവിതം സഹജീവിയെ പോലും കൊല്ലാൻ മടിയില്ലാതായി ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരികയാണ് സാർ. സാർ, നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും ഒരു തലമുറ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോവുകയാണെന്നുള്ള ബോധ്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സാർ. പത്തനംതിട്ട മുറിഞ്ഞകലിൽ ഡേറ്റിംഗിന് ക്ഷണിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഒളിവിൽ. അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ പ്രദീപ് കുമാറാണ് ഒളിവിൽ പോയത്. സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലേക്ക് യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. കഴിഞ്ഞ 1.5 വർഷമായി അടൂരിലെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ പഠിക്കുകയായിരുന്ന ഗായത്രിയെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. അധ്യാപകന്റെ മോശം പെരുമാറ്റത്തിലുണ്ടായ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് അമ്മ രാജി ആരോപിച്ചു. അധ്യാപകൻ തന്നെ, വേറെ ആരും വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അധ്യാപകൻ കാരണം തന്നെ എൻ്റെ കുഞ്ഞു പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാൻ പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണ് അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്, ഇതിനി ഞാൻ ഏതറ്റം വരെയും പോകും. കഴിഞ്ഞ ദിവസവും രാജിയും സ്ഥാപന ഉടമയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഫോണടക്കം വിശദമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്തെന്ന് വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഡിഫൻസ് അക്കാദമി ഉടമ പ്രദീപ് കുമാർ ഒളിവിൽ പോയി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സ്ഥാപനത്തിലേക്ക് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. സ്ഥാപനത്തിന് മുന്നിലെ ബോർഡുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തു. ന്യൂസ് 18 പത്തനംതിട്ട. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് കേന്ദ്ര ചെറുകിട വ്യവസായ മന്ത്രാലയം ഉത്തരവിട്ടു. അന്വേഷണത്തിന് 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കയർ ബോർഡ് ചെയർമാനെതിരെ ആരോപണവുമായി മരിച്ച ജോളിയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണ് ചെയർമാൻ നടത്തുന്നതെന്ന് കുടുംബം ആരോപിക്കുന്നു. ജോളി മധുവിന്റെ മരണത്തിന് പിന്നാലെ കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചെറുകിട വ്യവസായ മന്ത്രാലയം കുടുംബവുമായി സംസാരിച്ചു. പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 3 അംഗ സംഘം അന്വേഷണ റിപ്പോർട്ട് 15 ദിവസത്തിനകം നൽകണം. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിക്കുക. മരണത്തിന് പിന്നാലെ കയർ ബോർഡ് ചെയർമാൻ പുറത്തിറക്കിയ പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ജോളി മധുവിന്റെ കുടുംബം ആരോപിച്ചു. ജോളിയുടെ ട്രാൻസ്ഫർ മരവിപ്പിച്ചു എന്നായിരുന്നു കയർ ബോർഡിന്റെ വിശദീകരണം. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് ട്രാൻസ്ഫർ റദ്ദാക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. മരണശേഷവും കയർ ബോർഡ് ചെയർമാൻ മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ വസ്തുത സംസാരിക്കാൻ തയ്യാറായില്ലെന്നും കുടുംബം പറയുന്നു. ജോളിയുടെ മൃതദേഹം ഇന്ന് കയർ ബോർഡ് കൊച്ചി ആസ്ഥാനത്തും വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ 11-ന് ഇടപ്പള്ളിയിലാണ് സംസ്കാരം. ന്യൂസ് 18 കൊച്ചി. KV അബ്ദുൽ ഖാദർ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചേലക്കര MLA UR പ്രദീപ് ജില്ലാ കമ്മിറ്റിയിലെത്തി. AC മൊയ്തീൻ, NR ബാലൻ, PR വർഗീസ്, ബേബി ജോൺ, മുരളി പെരുന്നെല്ലി, MK കണ്ണൻ, MM വർഗീസ് എന്നിവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. ED അടക്കം മുന്നോട്ട് വയ്ക്കുന്ന ഭീഷണികളെ നിയമപരമായി നേരിടുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. പുതിയ ജില്ലാ കമ്മിറ്റിയെ ഏകകണ്ഠമായാണ് തെരഞ്ഞെടുത്തത്. ജില്ലയിലെ തിരിച്ചടികളെ അതിജീവിക്കുമെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ SITക്ക് നിർദ്ദേശം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നിർദ്ദേശം. നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷയുടെ അപ്പീലിലാണ് ഈ നടപടി. ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല, CBI അന്വേഷണമാണ് വേണ്ടതെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വാദം കേൾക്കാൻ K മഞ്ജുഷയും മക്കളും ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഔദ്യോഗിക അത്താഴ വിരുന്ന്.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഫ്രാൻസിൽ എത്തിയത്. ഉച്ചകോടിക്ക് ശേഷം മാക്രോണുമായി മോദി നടത്തുന്ന ചർച്ചയ്ക്ക് മുന്നോടിയായി വിദേശമന്ത്രി എസ് ജയശങ്കർ ഫ്രഞ്ച് വിദേശമന്ത്രി ജീൻ നോയൽ ബാരറ്റുമായി ചർച്ച നടത്തി. ടെക് മേഖലയിലെ വിദഗ്ധരും ശാസ്ത്രജ്ഞരുമടക്കം 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ഉച്ചകോടിക്ക് ശേഷം മോദി അമേരിക്കയിലേക്ക് യാത്ര തിരിക്കും. ആഭ്യന്തര കലഹം വർദ്ധിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ പഞ്ചാബിലെ ആം ആദ്മി MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തി അരവിന്ദ് കേജ്രിവാൾ. ഡൽഹിയിലെ കപൂർത്തല ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. 30 MLA-മാരുമായി ആശയവിനിമയം നടത്തിയെന്ന കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾക്കിടെയായിരുന്നു കേജ്രിവാളിന്റെ കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഭഗവന്ത് മാനെ മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസും BJP-യും. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം.